നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായ ഒരു വിഷയമാണ്. യഥാർത്ഥ ചരിത്രരേഖകളെ അടിസ്ഥാനമാക്കി സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായി നമുക്കൊന്ന് നോക്കാം. അപ്പോ ഒരു ഭരണാധികാരിയെ ശരിക്കും മഹാനാക്കുന്നതെന്താണ്? ഒരു ശില്പിയെപ്പോലെ ക്ഷമയോടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നതാണോ? അതോ ഒരു സാഹസികനെപ്പോലെ പുതിയ ദേശങ്ങൾ കീഴടക്കുന്നതാണോ? ഇന്ന് നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം തേടാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് ചക്രവർത്തിമാരിലൂടെയാണ്. ചോള സാമ്രാജ്യത്തിന്റെ സുവർണകാലം അടയാളപ്പെടുത്തിയ ഒരു അച്ഛനും മകനും. നമ്മൾ പോകുന്നത് 11ാം നൂറ്റാണ്ടിലേക്കാണ്. ദക്ഷിണേന്ത്യയിൽ ചോള സാമ്രാജ്യം അതിന്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ സമയം. ഈ ഒരു വലിയ മുന്നേറ്റത്തിന് പിന്നിൽ പ്രധാനമായും രണ്ടുപേരായിരുന്നു. സാമ്രാജ്യത്തിന് അടിത്തറപാകിയ രാജരാജൻ ഒന്നാമനും ആ സാമ്രാജ്യത്തെ ദൂരങ്ങളിലേക്ക് വ്യാപിപ്പിച്ച അദ്ദേഹത്തിന്റെ മകൻ രാജേന്ദ്രൻ ഒന്നാമനും. അപ്പോൾ നമുക്കാദ്യം അച്ഛനായ രാജരാജൻ ഒന്നാമനിൽ നിന്ന് തന്നെ തുടങ്ങാം. അദ്ദേഹത്തെ ഒരു ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നതാവും ഏറ്റവും ശരി. കാരണം തകർച്ചയുടെ വക്കിലായിരുന്ന ഒരു രാജ്യത്തെ വളരെ ചിട്ടയും സ്ഥിരതയുമുള്ള ഒരു വൻ സാമ്രാജ്യമാക്കി മാറ്റിയത് അദ്ദേഹമാണ്. തീർച്ചയായും അദ്ദേഹവും യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സൈനിക നീക്കങ്ങളെല്ലാം വളരെ തന്ത്രപരമായിരുന്നു. ചോള സാമ്രാജ്യത്തിന്റെ പ്രധാന ഭാഗങ്ങൾ സുരക്ഷിതമാക്കുക, പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കച്ചവട വഴികൾ നമ്മുടെ നിയന്ത്രണത്തിലാക്കുക, ഇതായിരുന്നു ലക്ഷ്യം. പക്ഷേ യുദ്ധം ജയിക്കുന്നതിൽ മാത്രമായിരുന്നില്ല രാജരാജന്റെ കഴിവ്. അതിനേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണപരമായ കഴിവുകൾ. ഒരു സാമ്രാജ്യം എങ്ങനെ കൃത്യമായി നിയന്ത്രിക്കാം, അതിനെങ്ങനെ ദീർഘകാലം നിലനിൽക്കുന്നൊരു വ്യവസ്ഥയുണ്ടാക്കാം എന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രതിഭ. അദ്ദേഹത്തിന്റെ കാലത്തെ ശിലാലിഖിതങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കാണാം. അന്നത്തെ പ്രാദേശിക ഭരണ സംവിധാനം, അതിന്റെ കേന്ദ്രമായിരുന്നു സഭ എന്നു പറയുന്ന ഗ്രാമസഭകൾ. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്ത രീതിയാണ്. ഇന്നത്തെ പോലെ വോട്ട് ചെയ്തിട്ടൊന്നുമല്ല, കുടവോലെ എന്നറിയപ്പെടുന്ന ഒരു തരം നറുക്കെടുപ്പിലൂടെയായിരുന്നു. ഇത് എല്ലാവർക്കും തുല്യമായ അവസരം ഉറപ്പാക്കാൻ സഹായിച്ചു. എന്നാൽ ആർക്കും കയറി അംഗമാകാൻ പറ്റില്ല കേട്ടോ. അതിന് ചില യോഗ്യതകളൊക്കെ വേണമായിരുന്നു. കുറച്ച് ഭൂമിയും വീടും സ്വന്തമായി വേണം, ഒരു പ്രായപരിധിയുണ്ട്, പിന്നെ വേദങ്ങളിലും മറ്റു കാര്യങ്ങളിലും നല്ല അറിവും വേണം. അതായത് കാര്യബോധവും പക്വതയുമുള്ള ആളുകളെ ഭരണത്തിൽ കൊണ്ടുവരാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. രാജരാജന്റെ ഈയൊരു കാഴ്ചപ്പാടിന്റെ, അതായത് കാലത്തെ അതിജീവിക്കുന്ന എന്തെങ്കിലും നിർമ്മിക്കണം എന്ന ചിന്തയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം. 1000 വർഷം കഴിഞ്ഞിട്ടും അതൊരു വാസ്തുവിദ്യാവിസ്മയമായി തലയുയർത്തി നിൽക്കുന്ന ആലോചിച്ചു നോക്കൂ. അപ്പോ അച്ഛന്റെ കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് മകനായ രാജേന്ദ്രൻ ഒന്നാമനിലേക്ക് വരാം. അച്ഛൻ കെട്ടിപ്പടുത്ത ഈ ശക്തമായ സാമ്രാജ്യം കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം അതുപയോഗിച്ചത് അതുവരെ ആരും ചിന്തിക്കാത്ത സൈനിക സാഹസങ്ങൾക്കായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ സൈനിക നീക്കമായിരുന്നു ഗംഗാ പരിവേഷണം. ചിന്തിച്ചു നോക്കൂ, തെക്കേ ഇന്ത്യയിൽ നിന്ന് വടക്ക് ഗംഗാനദി വരെ 2 വർഷം നീണ്ടുനിന്ന ഒരു പടയോട്ടം. അന്നത്തെ കാലത്ത് അതൊരു ചെറിയ കാര്യമല്ല. ഉപഭൂഖണ്ഡത്തിന്റെ പകുതിയോളം ദൂരം. ഈ പടയോട്ടം വെറുമൊരു സൈനിക വിജയം മാത്രമായിരുന്നില്ല, അതിനൊരു പ്രതീകാത്മകമായ അർത്ഥം കൂടിയുണ്ടായിരുന്നു. ഈ ശിലാലിഖിതത്തിൽ പറയുന്നതുപോലെ പുണ്യനദിയായ ഗംഗയിലെ ജലം പ്രാർത്ഥന കൊണ്ടല്ല, മറിച്ച് സ്വന്തം കൈയിന്റെ ശക്തി കൊണ്ട് തെക്കോട്ട് കൊണ്ടുവന്നു. അതാണ് രാജേന്ദ്രൻ. ഈ ഗംഭീരവിജയം ആഘോഷിക്കാൻ അദ്ദേഹം പുതിയൊരു തലസ്ഥാനം തന്നെ പണിതു, ഗംഗൈകൊണ്ട ചോളപുരം. അവിടെ ചോളഗംഗം എന്നൊരു ഭീമാകാരമായ ക്ഷേത്രക്കുളവും നിർമ്മിച്ചു. അതിനെ വിശേഷിപ്പിച്ചത് വിജയത്തിന്റെ ഒരു ദ്രാവകസ്തംഭം എന്നാണ്. എന്തൊരു ഭാവനയാണല്ലേ! അപ്പോ ഇവിടെയാണ് നമുക്ക് അച്ഛന്റെയും മകന്റെയും രീതികളിലെ പ്രധാന വ്യത്യാസം കാണാൻ കഴിയുന്നത്. ഒരാൾ നിയന്ത്രണത്തിൽ വിശ്വസിച്ചപ്പോൾ മറ്റൊരാൾ കീഴടക്കലിൽ വിശ്വസിച്ചു. സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിലെ 2 വ്യത്യസ്ത തത്വശാസ്ത്രങ്ങൾ. നോക്കൂ, രാജരാജൻ ശ്രദ്ധിച്ചത് സാമ്രാജ്യത്തിനകത്തുള്ള കാര്യങ്ങളിലാണ്. ഭൂമി കൃത്യമായി അളക്കുക, ഗ്രാമസഭകളുടെ കണക്കുകൾ പരിശോധിക്കുക, അങ്ങനെ ആഭ്യന്തര ഭരണം ശക്തമാക്കുക. എന്നാൽ രാജേന്ദ്രന്റെ ശ്രദ്ധ മുഴുവൻ പുറത്തായിരുന്നു. പുതിയ രാജ്യങ്ങൾ പിടിച്ചെടുക്കുക, തന്റെ ശക്തി ലോകത്തെ കാണിക്കുക. അപ്പോൾ സ്വാഭാവികമായും അവരുടെ നേട്ടങ്ങളുടെ സ്വാധീനത്തിലും ഈ വ്യത്യാസം നമുക്ക് കാണാം. രാജരാജനുണ്ടാക്കിയ ബൃഹദീശ്വര ക്ഷേത്രവും ഭരണസംവിധാനവുമൊക്കെ ഇന്നും നിലനിൽക്കുന്നു, പഠനവിഷയമാണ്. പക്ഷേ രാജേന്ദ്രന്റെ ഗംഭീരമായ വിജയങ്ങൾ മിന്നുന്നവയായിരുന്നെങ്കിലും അവയിൽ പലതിന്റെയും സ്വാധീനം താൽക്കാലികമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ അച്ഛൻ മകൻ രാജവംശത്തിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സത്യത്തിൽ ചോള സാമ്രാജ്യത്തിന്റെ ആ സുവർണ കാലഘട്ടമുണ്ടാകാൻ ഇവർ രണ്ടുപേരും ആവശ്യമായിരുന്നു. ഒരാളില്ലാതെ മറ്റൊരാൾക്ക് അത്രയും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയില്ലായിരുന്നു. രാജരാജൻ ആ ശക്തമായ അടിത്തറപാകി, അതിനു മുകളിലാണ് രാജേന്ദ്രൻ തന്റെ വിജയങ്ങളുടെ ഗോപുരം പണിതത്. അപ്പോ ഇവിടെയാണ് ശരിക്കുള്ള ചോദ്യം വരുന്നത്.
ഒരു മഹാശക്തിക്ക് എന്താണ് കൂടുതൽ പ്രധാനം? കാലത്തെ അതിജീവിക്കുന്ന അടിത്തറയാണോ, അതോ ആകാശത്തോളം ഉയർന്ന ആ വിജയഗോപുരങ്ങളാണോ? ഒരുപക്ഷേ യഥാർത്ഥ മഹത്വം ഈ രണ്ടും ചേരുമ്പോഴായിരിക്കാം അല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു?